അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ SIR 2026 ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതെന്ന്. ഇന്ന് ഈ വീഡിയോയിലൂടെ SIR 2026 നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ ലളിതമായിട്ട് വിശദീകരിക്കാം. ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഗൂഗിൾ ഓപ്പൺ ആക്കിയ ശേഷം അതിൽ സെർച്ച് ഇലക്ട്രൽ റോൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ electoralsearch.eci.gov.in എന്ന പേജിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് തുറന്നു വരിക. ഇതിൽ നമുക്ക് 3 രീതിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ഇലക്ഷൻ ID കാർഡ് നമ്പർ വഴിയും നമുക്ക് സെർച്ച് ചെയ്യുവാം. അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചും ഇത് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് പേര്, ബന്ധുവിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജില്ല, അസംബ്ലി നിയോജക മണ്ഡലം, ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. അതുകൂടാതെ SIR 2026 നമ്മൾ പൂരിപ്പിച്ചു കൊടുത്ത ഫോമിൽ നമ്മൾ രേഖപ്പെടുത്തിയ നമ്മളുടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് അതിൽ ലഭിക്കുന്ന ഒരു OTP വച്ചും നമുക്ക് ഈ രേഖ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും എളുപ്പമാർഗമായ വോട്ടർ ID കാർഡ് നമ്പർ വെച്ച് SIR 2026 നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്നാണ് നമ്മളിതിൽ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ ഇലക്ഷൻ ID കാർഡ് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സംസ്ഥാനമായ കേരളം ഇതിൽ കൊടുക്കുന്നു. അതിനുശേഷം ഇവർ ചോദിക്കുന്ന ഒരു ലളിതമായ ഒരു ക്യാപ്ച നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ SIR 2026 പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആളുടെ വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അടിയിൽ താഴെയായി വരുന്നതായിരിക്കും. ഇനി ഈ അതിൽ ആളുടെ പേര്, ബന്ധുവിൻ്റെ പേര്, പ്രായം, സംസ്ഥാനം, ജില്ല, അസംബ്ലി നിയോജക മണ്ഡലം, ഏത് പോളിംഗ് സ്റ്റേഷനാണ്, പോളിംഗ് ബൂത്ത് എത്രാമത്തെ സീരിയൽ നമ്പറാണ്, ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന പേജ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. SIR 2026 നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നോ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ എന്നായിരിക്കും ഇതിൽ കാണിക്കുക. ഇതിൽ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ വിശദമായി നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കിത് പ്രിൻ്റ് ഔട്ടായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിൻ്റ് വോട്ടർ ഇൻഫോർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ.